വീട്ടിലേക്ക് വിളിച്ച് ഞങ്ങൾക്കൊരു വിരുന്നൊക്കെ തന്നുകൂടെ? ചെരുപ്പുണ്ടോ? ഇടിയുണ്ടോ? എന്താടി നാക്ക് നീളുന്നുണ്ടല്ലോ. ഏയ്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. അയ്യോ അതല്ലെന്നേ, ഇത്രയധികം ദേഷ്യം വേണ്ട. നിനക്കൊന്ന് പറഞ്ഞ മനസ്സിലാവില്ലേ? ഒരു തവണ ഞങ്ങളൊന്ന് ക്ഷണിച്ചു നോക്കില്ലേ നിനക്കൊക്കെ? പെണ്ണുങ്ങളോട് ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. മര്യാദയ്ക്ക് പോകുന്നു. നിങ്ങൾ പെൺകുട്ടികളായതുകൊണ്ടാ ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ ഒരുപാട് ആഗ്രഹം തോന്നിയത്. അടിച്ച പല്ല് തെറിക്കും. ഹലോ ഹലോ ഏട്ടാ, നമ്മുടെ വീടിനടുത്ത് റൗഡികൾ വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോ വരാം. ഹലോ ഹലോ ഏട്ടാ, ഫോൺ കട്ടി. പ്രശ്നം ഉണ്ടാക്കണമെന്നാണോ? 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? 10 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മോൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നിനക്കൊക്കെ ഇവിടുന്ന് പോകേണ്ട സമയമായി. എന്നാ നമുക്ക് ഒരുമിച്ച് പോയാലോ? വരുന്നോ? അത് ചോദിക്കണ്ടടാ, നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ. പല്ല് താഴെ കിടക്കും റാസ്കൽ. വിടടോ, വിടടോ, അങ്ങോട്ട്. എടാ, ഇന്ന് ഞങ്ങളുടെ ഗൗതമേട്ടന്റെ കൈകൊണ്ട് നീയൊക്കെ ചാവുടാ. ഗൗതോ? നിങ്ങളുടെ ഏട്ടൻ വരുമെന്ന് വിചാരിച്ചപ്പോ എന്റെ ഏട്ടനാണല്ലോ വന്നത്. ആരുടെ ഏട്ടനായിരുന്നാലും എനിക്കെന്താ? എന്റെ ഏട്ടൻ SI. നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നേ. സബ് ഇൻസ്പെക്ടർ. പോലീസാ. മദ്യഷാപ്പ് ഒരുപാട് നാളായി തുറക്കാതെ നിന്നിട്ട് മദ്യം കിട്ടുമ്പോ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഒരു പോലീസുകാരനെ കാണുമ്പോ ഞങ്ങള് കാണിക്കുന്ന തോന്നിയാസം ഉണ്ടല്ലോ, അതും ഇതുപോലെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാ.
വണ്ടി എടുക്കടാ. വേഗം. വിട്ടേക്ക് ചേട്ടാ. ഓൾറെഡി എന്റെ ഏട്ടൻ അവന്മാർക്കെല്ലാം നല്ലത് കൊടുത്തു വിട്ടിട്ടുണ്ട്. താങ്ക്സ്. നമുക്കിടയിൽ ഈ താങ്ക്സിന്റെ ആവശ്യമുണ്ടോ ഗൗതം? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ സഹോദരിമാരുടെ മാനം നീ കാത്തു. മാനം കാത്തല്ലേ പറ്റൂ ഗൗതം. പെൺകുട്ടികൾ ആര് തെറ്റായിട്ട് നോക്കിയാലും ശരി, അവനെയൊക്കെ ജീവനോടെ തന്നെ വലിച്ചു കയറണം. നമുക്ക് പോവാം. ആരാ അവര്? ഇതിനു മുന്നേ അവരിവിടെ കണ്ടിട്ടില്ല ഏട്ടാ. ഈ നാട്ടുകാരല്ല. നിന്നെയൊക്കെ കേസിൽ നിന്ന് ഞാൻ ഊരിക്കണം എന്നുണ്ടെങ്കിൽ നിന്നെയൊക്കെ ഒരു തവണ എനിക്ക് അടിച്ചേ പറ്റൂ. അടിച്ചോളൂ സാർ. അതിവിടെ വച്ചല്ല, നീയൊക്കെ ഗൗതമിന്റെ അനിയത്തിമാരെ അപമാനിക്കുന്നിടത്ത് വച്ച്. നീയൊക്കെ വാങ്ങുന്ന ഓരോ അടിക്കും ഓരോ കേസ് ഞാൻ പിൻവലിച്ചിരിക്കും. അഡ്രസ് പറഞ്ഞോളൂ സാർ. ഗൗതമിന്റെ സഹോദരിമാരെ ഏതോ റൗഡികൾ ശല്യം ചെയ്തു. അത് നമ്മുടെ കൊച്ചുമുതലാളി അവരെ രക്ഷിച്ചത്. അവനൊന്നും പറ്റില്ലല്ലോ. അവൻ എൻ്റെ മകനാ ഗോവിന്ദരാജെ. അടി കൊടുക്കുന്നതല്ലാതെ തിരികെ വാങ്ങില്ല. അതാ ചേട്ടൻ വരുന്നുണ്ട്. ആദ്യം അച്ഛൻ. അത് സാരമില്ല ഗീതേ. എൻ്റെ കണ്ണിൽ അവൻ വലുതായെങ്കിലും പെറ്റമ്മയ്ക്ക് എപ്പോഴും കുഞ്ഞാ. ശിവാനി, കയ്യിലെന്താ മുറിവ്? അതാ റൗഡികളുമായിട്ടുള്ള പ്രശ്നത്തില്. അങ്ങനൊന്നുമല്ല, അമ്പലത്തിൽ തേങ്ങ പിടിച്ചപ്പോ പറ്റിയതാ. ആ തെമ്മാടികളുമായിട്ട് എന്തായിരുന്നു പ്രശ്നം ദേവ? ഞാൻ വരുന്നുണ്ടെന്നറിയാതെ അവന്മാര് പ്രശ്നം ഉണ്ടാക്കിയതാ. ലക്ഷ്മിക്കും ആർക്കും ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഞാനുള്ളപ്പോ അങ്ങനെ സംഭവിക്കുമോ? അവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നീ പറഞ്ഞില്ലല്ലോ അല്ലേ? ഗൗതമിന്റെ കുടുംബത്തിലെ പ്രശ്നത്തില് നീ എന്തിനാ തലയിടുന്നത്? അച്ഛാ, അച്ഛനും ഗൗതവും തമ്മിലുള്ള പ്രശ്നത്തില് ഒരു പോലീസായിട്ട് ഞാൻ പറയുവാ, എനിക്കതിൽ യാതൊരു ബന്ധവുമില്ല. പരിചയമില്ലാത്ത ആർക്ക് ആപത്ത് സംഭവിച്ചാലോ അവരെ സംരക്ഷിക്കുക എന്നത് എൻ്റെ ചുമതലയാണ്. അങ്ങനെയുള്ളപ്പോൾ അമ്മയുടെ ബന്ധുവാണെന്ന് അറിയുമ്പോൾ ഞാനെങ്ങനെ മിണ്ടാതിരിക്കാം? ദേവാ, കൈയും കാലം കഴുകിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. ചേട്ടൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ഗൗതമിന്റെ സഹോദരിമാര് ഗുണ്ടകളുടെ മുമ്പിൽ നാണം കെട്ടുന്നെങ്കിലെന്ന് വെല്ലിച്ചും വിചാരിക്കുന്നുണ്ട്. മനസ്സിൽ പകയും കൊണ്ടിങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല. ഗൗതമിന്റെ കുടുംബമായിട്ട് ഒന്നിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നോട് അകന്നിരിക്കാൻ പറയരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. പ്ലീസ്.
ശിവാനി വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ചെറിയച്ച വരൂ. കൊച്ചു മുതലാളി എന്താ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്ന മുതലാളി? അവൻ എനിക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കാറില്ലടാ. പക്ഷേ എനിക്കിഷ്ടമുള്ളത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ 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 മോഹക്കരളേ. എന്ത് പാട്ടാടാ ഇത്? നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ കൂടുതലല്ലേ, അതുകൊണ്ടായി പാട്ട്. ഗൗതം, വെള്ളം എടുക്കടാ. നമസ്കാരം മൂർത്തി ചേട്ടാ. ആഹാ, ചെരുപ്പ് കയ്യിലിരുന്നിട്ടും അത് മാറ്റി കൈ കഴുകി വന്നിട്ട് നമസ്കാരം പറഞ്ഞ നിന്റെ മനസ്സ് വളരെ വലുതാണ് മോനെ. ചേട്ടാ, അനിയത്തിമാരെ വിളിക്കട്ടെ, മൂർത്തി ചേട്ടനെ ഒരു കോഫി എടുക്കാൻ പറയാം. ആ, റോഡിൽ പോകുന്നവരെയും വിളിച്ചു കൂട്ടടാ. പ്രസാദവും പൂജയ്ക്കുള്ള സാധനം ഒക്കെ മേടിച്ചു തരും. പൂജയും പോവാണോ? ഇടം മണ്ട, ഇതിലെല്ലാത്തിലും വലുത് നമ്മുടെ ലക്ഷ്മിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നതാ എനിക്ക് പ്രധാനം. അതൊക്കെ പോട്ടെ, ചേട്ടൻ പറഞ്ഞ ആ ചെറുക്കൻ്റെ വീട്ടുകാരോട്ട് സംസാരിച്ചായിരുന്നോ? നല്ല വാർത്ത തന്നെ പറയണം കേട്ടോ. ലക്ഷ്മിയുടെ ഫോട്ടോ കാണിക്കാതെ തന്നെ നാളെ ഒരു പെണ്ണ് കാണാൻ വരുന്നുണ്ടടാ. എന്റെ ചേട്ടാ, അവർക്ക് സമ്മതമാണെന്ന്. താങ്ക്സ് മൂർത്തി ചേട്ടാ. തല കറങ്ങുന്നതാ. കല്യാണം കഴിയുന്ന വരെയെങ്കിലും എന്നെ ഒന്ന് നിലത്ത് നിർത്തടാ. മൂർത്തി ചേട്ടാ, ടവല്. ചേട്ടാ, നമുക്ക് പൊളിക്കാം. ലക്ഷ്മി, ഗൗരി, നിങ്ങൾ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത്? നിങ്ങളൊന്ന് വന്നേ. എടാ നന്ദു, പോയി മത്തങ്ങ എടുത്തോണ്ട് വാ. എന്തിനാ ചേട്ടാ? എടാ, അതൊരു ആവശ്യത്തിനാടാ. ദൃഷ്ടി ഒഴിയാനാടാ പന്നി. നന്ദുന്നാണ് കേട്ടോ. ആ, ഏതോ ഒന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ. ആ, നമ്മുടെ ചെറുക്കൻ എന്താ ജോലി എങ്കിലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഭാഗ്യം നഗറില് നമ്മുടെ നാടിന്റെ അത്രയും വലിപ്പമുള്ള ഓഫീസിലെ സോഫ്റ്റ്വെയർ ജോലി. ഓ, എത്രയാ ശമ്പളം? ഒരു വർഷത്തെ വരുമാനം 35 കോടി. ആ മാസം 25 ലക്ഷമോ? ആ, ഈ ലക്ഷ്മിയുടെ ഭർത്താവായി വരുന്നവൻ അത്രയെങ്കിലും സമ്പാദിക്കുന്നവൻ ആവണ്ടേ മക്കളെ? ആ, മാർഗോ. ആ, ദൃഷ്ടി ഒഴിയാൻ മത്തങ്ങ വന്നിട്ടുണ്ട്. ഇതാ ചേട്ടാ, ഒഴിയേ. നീ തന്നെ ഒഴിഞ്ഞോ? ചേട്ടനല്ലേ ഒഴിയേണ്ടത്. ഞാൻ കുറച്ചു മുമ്പ് എൻ്റെ കൈ കൊണ്ട് ചെരുപ്പ് വൃത്തിയാക്കിയുള്ളൂ. ഈ കൈ കൊണ്ട് എൻ്റെ സഹോദരിമാർക്ക് ഞാൻ ദൃഷ്ടി ഒഴിയുക പോലും ചെയ്യില്ല. മൂത്ത അനിയത്തീന്നല്ലേ വിളിക്കാറുണ്ട് ഏട്ടാ? ചേട്ടൻ തന്നെ ദൃഷ്ടി ഒഴിയും. എന്തായിട്ട് ഇങ്ങനെ നോക്കുന്നേ? പലവിങ്ങനെ കടയിലെ ചെറിയ ജോലി ആയതുകൊണ്ട് ആരും എന്നോട് തേങ്ങ ഉടയ്ക്കാൻ പോലും പറയാറില്ല മോളെ. ഞാൻ നിന്നെ കാണുന്നത് ജോലിക്കാരനായിട്ടല്ല, എൻ്റെ സ്വന്തം അനിയനെ പോലെയാ. മനസ്സിലായോടാ? മനസ്സിലായി ചേട്ടാ. പട്ടിയുടെ കണ്ണും പൂച്ചയുടെ കണ്ണും പൂജാരിയുടെ കണ്ണും നാട്ടുകാരുടെ ആരുടെ കണ്ണും
മോളുടെ മേലെ വീഴാതിരിക്കട്ടെ. എടാ മഹാഭാവി, നീ എന്റെ ദൃഷ്ടി ഒതിൽ കൂട്ടിച്ചേർത്തല്ലേ? ജയ് ലക്ഷ്മി നരസിംഹസ്വാമി. ശുഭം. മൂർത്തിച്ചേട്ടാ, ഇത്രയും നല്ലൊരു ബന്ധം ഇത്ര പെട്ടെന്ന് ഒത്തുവരുമെന്ന് വിചാരിച്ചേയില്ല. ഐശ്വര്യത്തോടെ ഇരിക്കുന്ന ലക്ഷ്മിയെ കാണാൻ കുടുംബസമേതം അവര് വരാൻ പോവുക. ഞാൻ ഫിൽറ്റർ ചെയ്താ ഈ കല്യാണം സെലക്ട് ചെയ്തേ. ബാക്കി ഏർപ്പാടുകളൊക്കെ ചെയ്തോളൂ. ആ ഡാ, ഒരു വിധത്തിലുള്ള കുറവും വരാൻ പാടില്ല. അതൊക്കെ എനിക്ക് വിട്ടേ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. അത് നോക്കേണ്ട കാര്യമല്ലടാ, ചെയ്യേണ്ട കാര്യമാ. നാളെ എല്ലാം നല്ലപടി നടന്നു കഴിഞ്ഞാ പിന്നെ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കേണ്ടതേ ഉള്ളൂ. ഈ നന്ദുവിനോട് ശരിക്കും ജോലി ചെയ്യാൻ പറയണം കേട്ടോ ഗൗതമേ. അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ പോയേ. ചേച്ചി ഒരു വാക്ക് ഒരു വേണ്ടിയിട്ടില്ല. നാടൻ കൊണ്ട് കവളെല്ലാം ചുവന്നല്ലോ. സോഫ്റ്റ്വെയർ പയ്യനല്ലേ ചേച്ചി? മാസ്റ്റർ 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 മാസ്റ്റർ, ഇത് ഞാനോ? നീയായിരുന്നോ? മേളിൽ നിന്ന് എന്തോ താഴോട്ട് വീണെന്നല്ലേ വിചാരിച്ചേ? അല്ല, ഈ പ്രായത്തിലെ പെമ്പിള്ളാര് ക്യാറ്റ് വാക്ക് ചെയ്തല്ലേ വരേണ്ടത്. നീ എന്താ പെണ്ണേ ക്യാറ്റിനെ പോലെ മതിൽ ചാടി വരുന്നത്? എന്റെ വല്യച്ഛന്റെ കണ്ണിൽ പെടാതിരിക്കാനാ. അയ്യോ, അല്ല, വീട്ടുകാരെ നീ ഭയന്നാലും വെളിയിൽ നീ ധൈര്യമായിട്ട് എന്നെ കൊണ്ട് തന്നെ ബോക്സ് പഠിപ്പിക്കാൻ തീരുമാനിച്ച നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു മോളെ. സബാഷ്. ഒരു പെണ്ണിന് വീട്ടുജോലികൾ മാത്രമല്ല മാസ്റ്റർ, തെറ്റ് ചെയ്യുന്നവരുടെ കൈ അടിച്ചൊടിക്കാനും അറിഞ്ഞിരിക്കണം. മനസ്സിലായി. ഞാൻ ബോക്സിംഗ് പഠിപ്പിക്കേണ്ടത് ഒരു ലേഡിക്കാണെന്ന് തോന്നുന്നു. ആരാ അവള്? നിങ്ങളെ പോലെ പ്രായമുള്ള ആളല്ല, എന്നെക്കാളും ചെറിയ പെണ്ണ. അതെയോ? അടി ഇട്ടു അവളെ കരയിപ്പിച്ച്. ബാക്ക്ഗ്രൗണ്ട് അത്ര നല്ലതാ. കേറ്. അതാരും ഞാൻ അറിയാത്ത ഒരാള്. പേര് പറ മോളെ. ജാതകം നോക്കാനൊന്നും അല്ലല്ലോ. കേറങ്ങോട്ട്. ഞാൻ നിന്റെ പിന്നിലിരുന്ന് വരുന്ന കാര്യം വരദരാജ സാർ അറിഞ്ഞാൽ എന്റെ തലയെടുത്ത് കസരയാക്കുമ്പോളെ ഞാൻ പറയാനൊന്നും പോകുന്നില്ല. നാട്ടുകാർ കാണില്ലേ? കണ്ണടച്ചിരുന്നാ മതി. വന്ന് കേറങ്ങോട്ട്. ഒരു ബോക്സിംഗ് കോച്ചായി എന്നെ പഞ്ച് ചെയ്യുന്നു. ഇനി വിട്ടോ. ഈ സ്ഥലത്ത് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പണിയും ഇല്ലാത്തവർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. അടിപൊളി. ആ ബോഡി തന്നെ നോക്കിയിട്ട് നിൽക്കാതെ ഇവിടെയുള്ള പണി ചെയ്യാൻ നോക്ക്. ദാ വരുന്ന ചേട്ടാ. ഞങ്ങളും കൂടെ വന്ന് ഏട്ടനെ സഹായിക്കട്ടെ. വേണ്ട മോളെ. അതെന്താ? കറുത്തു പോകും പിള്ളേരെ. വരാൻ പോകുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇതുപോലുള്ള ഹാർഡ് വർക്ക് ഒന്നും തരില്ല, അതല്ലേ? ശ്രീദേവി പറഞ്ഞ കാര്യം വളരെ ശരിയാ. നീ ആദ്യം ആ മൺവെട്ടി എടുത്ത് ഇവിടെയുള്ള കുഴികളൊക്കെ നിമത്താൻ നോക്ക്. ശരി ഏട്ടാ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏട്ടാ? അവിടെ ആ തണലത്ത് പോയിരുന്ന് മര്യാദയ്ക്ക് ഇതൊക്കെ കണ്ടോണ്ടിരുന്നാ മതി. ഇങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യാൻ എന്ത് സുഖമാണെന്നറിയാമോ? ടിക്കറ്റ് എടുക്കാത്ത യാത്ര അങ്ങനെ തന്നെ ആയിരിക്കും മാസ്റ്റർ. നിന്റെ പഞ്ച് കേട്ടിട്ട് സീറ്റിന്റെ അറ്റത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഞാൻ താഴെ വീഴുമെന്നാ തോന്നുന്നത്. നിങ്ങളുടെ പഞ്ചും അത്ര മോശമൊന്നുമല്ലല്ലോ. കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ എത്ര വലിയ ആളായാലും നിങ്ങൾ അടിച്ച് താഴെ ഇടില്ലേ? ഒരാളിനെ മാത്രമേ ഉള്ളൂ മോളെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്തത്. ആരായാള്? നിന്റെ ഭാവി വരം തന്നെ. ഏട്ടൻ ഇപ്പൊ ജോലി തന്നില്ലെങ്കിലും ഏട്ടത്തി വരുമ്പോ ഞങ്ങളെ കൊണ്ട് ഉറപ്പായും പണിയെടുപ്പിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്താ ഏട്ടത്തിയെ ഗൗതമേട്ട ഒരു വഴിയാക്കും. നിനക്ക് വേറൊന്നും പറയല്ലേ? ഞങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞു വെച്ചാ ഞങ്ങൾ എന്ത് ഉത്സവത്തിന് വരില്ലേ? അപ്പൊ ഏട്ടത്തി ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കില്ലേ? എന്റെ മക്കളെ, ഞാൻ ഈ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്റെ കല്യാണത്തെ പറ്റി പറയുമ്പോൾ എനിക്കെന്തോ ബുദ്ധിമുട്ട് തോന്നുക. അപ്പൊ ഞങ്ങൾക്കും ജോലി തായേട്ടാ.
ശരി, ആ പൂച്ചെടികളെ അങ്ങോട്ടെടുത്ത് നടാൻ നോക്ക്. ഹായ്. ശരി. ആ ശരി ഏട്ടാ. വന്നേ. ഓക്കേ. ഏട്ടനെ കഷ്ടപ്പാടിൽ സഹായിക്കാനായിട്ട് സഹോദരിമാർക്ക് എന്ത് സന്തോഷമല്ലേ? ഉം. എന്താ മോളെ നിർത്തിയത്? അയാൾ ആരാന്നാ ഞാൻ ചോദിച്ചത്. നിന്റെ അച്ഛന്റെ സഹോദരി സാവിത്രിയുടെ മകൻ ഗൗതം. നിന്റെ മുറത്തിറക്കനല്ലേ നീ കെട്ടാൻ പോന്നേ? അങ്ങനെയല്ലേ? മാസ്റ്റർ ഇങ്ങനെ പറയുമ്പോ ഹാർട്ടിന്റെ ഉള്ളില് എന്തൊക്കെയോ വൈബ്രേഷൻസ് നടക്കുന്ന പോലെയുണ്ട്. എന്നാലും ഇത് നടക്കുന്ന കാര്യമാണോ? നീ വണ്ടിയുടെ മോളെ, ഞാൻ പറയാം. ആ. നിന്റെ വലിയച്ഛനും ഗൗതവും തമ്മിൽ അത്ര ഇഷ്ടത്തിലല്ലെങ്കിലും ദൈവത്തിന്റെ നിശ്ചയം പിന്നെ ആർക്കും തടുക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഗൗതം ചേട്ടനോട് മാസ്റ്റർ എപ്പോഴാ തല്ലുണ്ടാക്കിയത്? അത് ഞാൻ പറയാം മോളെ, നീ വണ്ടി വിട്ട്. ആ മോളെ, ആ വശത്തോട്ട് പോവല്ലേ. എന്തു പറ്റി? ആ വശത്തോട്ട് പോയാൽ ഗൗതമന്റെ വീടിന്റെ അടുത്ത് ചെല്ലും. ഞാൻ ചത്താലും അങ്ങോട്ട് വരില്ല. വൈ? ഉടക്കിലാണെന്നേ. എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് ഗൗതമനോട് ഈ പറഞ്ഞതുപോലെ സെയിം ഡയലോഗ് ഞാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? നിനക്ക് എന്താടാ കുറവ്? നിന്റെ അമ്മാവന്റെ മകൾ ശിവാനിയെ കല്യാണം കഴിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നിനക്ക് കിട്ടില്ലേ എന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? മാസ്റ്റർ, മാസ്റ്റർ എന്തിനാ കരയുന്നേ? അത് പറഞ്ഞതിന് അവൻ എന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കി.